ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രിസി ബൺ ഹെയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഏത് ഹെയർ ടൈപ്പുള്ള ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് എത്ര ലെങ്തി ആണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കോമ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലുള്ള ചിക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കോമ്പിൻ്റെ ഒരു ആവശ്യമില്ലാണ്ട് നമ്മുടെ കൈ വിരലുകൾ തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് പോണിറ്റൈൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് മുടികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ക്ലിയറായി മനസ്സിലാവും. ഇതുപോലെ 3 വശം നമ്മൾ ടൈറ്റ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ നമ്മളൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മുടി ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ബാക്കി വരുന്ന മുടീൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഒന്ന് ഒരു ബണ്ണിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മുടിയിൽ ആ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അടിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ബാക്കിയുള്ള മുടികൾ നമ്മൾ അടിയിലേക്ക് ഉള്ളിലേക്ക് നമുക്ക് കാണാത്ത രീതിയിൽ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മുടികൾ നമ്മളൊന്ന് വലിച്ചിട്ടൊന്ന് ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്ന് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ബാക്കി നമ്മൾ മുടികളൊക്കെ ഒന്ന് വലിച്ചൊന്ന് നമ്മുടെ ബണ്ണൊന്ന് കുറച്ച് കൂടുതലായി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ക്രഞ്ചീസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടീൻ്റെ ഫ്രണ്ട് ഇതുപോലത്തെ പോർഷൻ കുറച്ചിങ്ങനെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ വിരലുകൾ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളൊന്ന് ഫ്രണ്ട് ഭാഗമൊന്നും ഒപ്പമൊന്നും ഉണ്ടാകാൻ നമ്മളങ്ങനെ വിരലുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രിസി ആയിട്ട് നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ടൈറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ ബണ്ണ് ഒന്ന് ഇട്ട് കൊടുത്ത് ടൈറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എൻഡിൽ ഇതുപോലെ റിബൺ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ക്രഞ്ചീസ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്കൊരു 1 മിനിറ്റിൻ്റെ ആവശ്യം പോലും, ഒരു 10 സെക്കൻഡ് ഉണ്ടെങ്കിൽ ചടപെടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് ചേർന്ന് പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാട്ടോ. നമ്മൾ സിമ്പിളായിട്ടുള്ള കുർത്തീൻ്റെ ഒപ്പം പിന്നെ ജീൻസിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഹെയറിനെ ഒന്ന് സെക്യൂറായിട്ട് വെക്കാനേ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പെട്ടെന്ന് നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹെയർ സ്റ്റൈലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ തലനെ എത്ര ഇട്ട് ആട്ടിയാലും ഈ ഹെയർ സ്റ്റൈലൊന്നും അഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ. നമ്മൾ ഭയങ്കര സെക്യൂറായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 3ാമത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് അപ്പോൾ ഇതുപോലെ ഒരു പോണിറ്റൈൽ നമ്മൾ കെട്ടിക്കൊടുക്കണം. നമ്മുടെ വിരലുകൾ യൂസ് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് പോണിറ്റൈൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റായിട്ട് തന്നെ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ. കണ്ടോ ഗൈസ്? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് ഏത് ഹെയറിന് വേണമെങ്കിൽ ഏത് ലെങ്തി ഹെയറിന് വേണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് താഴെ വന്നിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യണം. ബ്ലാക്ക് കളേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. എന്നിട്ട് അത് താഴോട്ടേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതിന് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള മുടി നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ടാക്കി ഒന്ന് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂറായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്രഞ്ചീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാണാനും ഭംഗിയായിരിക്കും, കുറച്ചും കൂടി സെക്യൂറായിട്ട് നമുക്ക് നിൽക്കുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ബാക്കിയുള്ള മുടികൾ നമ്മളൊന്ന് വലിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബണ്ണ് വന്നിട്ട് കുറച്ച് വലുതായി തോന്നിക്കും. അപ്പോൾ കുറച്ചും കൂടി കാണാൻ നമുക്ക് ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള മുടി ഇതുപോലെ ഒന്ന് എടുത്ത് കൊടുത്ത് തന്നെ നല്ല ഭംഗിയായിരിക്കും. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ റെഡി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ നിൽക്കുക, അങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞൊന്നും പോകില്ല. പിന്നെ 4ാമത്തെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ സെയിം നമ്മളൊരു പോണിറ്റൈൽ കെട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. സെയിം പിന്നെ നമ്മളതിനെ 2ആക്കി ഭാഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 സൈഡാക്കിയിട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 സെക്ഷനാക്കിയതിന് ശേഷം ആ 2 സെക്ഷനെ നമ്മൾ ഇതുപോലെ ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൂസായിട്ടൊന്ന് പിന്നി കൊടുക്കുക, മെടഞ്ഞു കൊടുക്കുക എന്ന 2 വാക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് മെടഞ്ഞു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് മുടികളെ ഒന്ന് വലിച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് ഒരു എൻഡിൻ്റെ അവിടെ വന്നിട്ട് നമുക്കൊന്ന് റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ലൂസായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നിട്ട് എൻഡ് ഭാഗം നമ്മൾ സെക്യൂറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന്
യു പിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു പിന് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് 4 ഭാഗത്തായിട്ടും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഒന്ന് നമ്മൾ യു പിന് വെച്ചിട്ടൊന്ന് സെക്യൂറായി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സെക്ഷൻ ഇതുപോലെ പിന്നി കൊടുത്തിട്ട് അതും സെയിം ഇതുപോലെ തന്നെ ഒന്ന് ഓരോ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും അതിൻ്റെ എൻഡ് ഭാഗവും നമ്മളൊന്ന് യു പിന് യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂറായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുടിനെയൊക്കെ ഒന്ന് വലിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ബണ്ണ് കുറച്ച് വലുതായിട്ട് നിൽക്കുന്ന രീതിയിൽ നിൽക്കും കേട്ടോ. പിന്നെ നമ്മളൊരു ബണ്ണ് യൂസ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂർ ആക്കിയിട്ട് നിൽക്കുന്ന രീതിയിൽ. പിന്നെ നമുക്ക് യു പിന്നും യൂസ് ചെയ്തിട്ടും നമ്മുടെ ഹെയറിനെ സെക്യൂറായിട്ട് നിർത്താൻ നമുക്ക് പറ്റും കേട്ടോ. യു പിനെ നമുക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഹെയറിന് നമ്മുടെ ഹെയർ ഒന്ന് കറക്റ്റ് സെക്യൂറായിട്ട് നിൽക്കുന്നുണ്ടെന്ന രീതിയിൽ നമുക്ക് തോന്നുന്നവർക്ക് യു പിനെ യൂസ് ചെയ്യാം. ഞാനൊരു 4 യു പിനെ യൂസ് ചെയ്യുന്നുണ്ട്. 4 സൈഡും കുത്തിയിട്ടൊന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മളൊന്ന് ക്രഞ്ചീസ് യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂറായി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ട്, കാണാൻ രസമല്ല. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രണ്ടിലത്തെ ഹെയർ കുറച്ചിങ്ങനെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. പിന്നെ നമുക്ക് സെയിം ഹെയർ സ്റ്റൈൽ തന്നെ നോർമൽ ക്രഞ്ചീസ് അല്ലാണ്ട് ഇതുപോലെ ഒരു ക്രഞ്ചീസും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതോടെ രണ്ടും ഞാൻ തന്നെയാണ് കേട്ടോ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് ഒരു ടൈ പോലെ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കുറച്ച് കാണാൻ ഭംഗിയാണ്. നമ്മളൊരു ഫ്രോക്കിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് ഇടാനൊക്കെ, ഒരു ഷോർട്ട് ഫ്രോക്കിൻ്റെ ഒപ്പമൊക്കെ ഇടാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.